ചാർലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാർലി അല്ല വീഡിയോ എടുക്കുന്നത്, പൂച്ചയാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നാളെ ഓണാഘോഷ പരിപാടി നടക്കുകയാണ് ഇവിടുത്തെ റെസിഡൻസിൻ്റെ. അപ്പോൾ നാളെ ഒരു പരിപാടി ഉണ്ട്, ഒപ്പന ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേക്ക് ഓവറിലാണ് ഇന്ന്. അപ്പോൾ നാളെ അറിയാം, ഇതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റിലാണ്. നാളെ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഒന്നും അറിയില്ല. അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പിള്ളേരുണ്ട്, അവരൊക്കെ അവരവരുടെ വീട്ടിൽ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തായാലും കാണണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈലാഞ്ചി ഇടാണ്. ഒരു കൈ ഫുള്ളും ഞാൻ ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത കൈ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം നാളത്തെ പരിപാടിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളത്തെ കോസ്റ്റ്യൂമും നാളത്തെ കാര്യങ്ങളും പരിപാടിയൊക്കെ തൊട്ട് പിന്നാലെ തന്നെ വരും. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി മുല്ലപ്പൂവും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ മേടിക്കാൻ പോവാം. പരിപാടികളുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്കായിരിക്കും. ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടിക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും സെറ്റാകണം. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഒരുങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഞാനും ഒരു പാർട്ടായിട്ട് ഒരുങ്ങിക്കൊണ്ടുണ്ട്. ഇനിയിപ്പോൾ മേക്കപ്പും കാര്യങ്ങളും ബാക്കിയൊക്കെ ഉണ്ട്. എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ, ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓഡിറ്റോറിയത്തിലാട്ടോ. അതായത് പൂച്ച മുകളിൽ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഒരുക്കത്തിലാണ്. അതായത് ഓണത്തിൻ്റെ പരിപാടിൻ്റെ ഒരുക്കത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. എന്താ കൂട്ടുകാരനുണ്ട്, അനിയനും ഉണ്ട് ഇവിടെ. നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. അവരുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി പറയുന്നത്. ഓണപ്പരിപാടിയാണ്, വമ്പൻ പരിപാടിയാണ്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. ഓക്കെ.
കണ്ടമാർന്നല്ല.
എല്ലാവരും പരിപാടി കഴിച്ചിട്ടാ. കണ്ടില്ലേ നിൽക്കണേ, കണ്ടില്ലേ ഇല്ല ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടാ എല്ലാവരും ഉണ്ട്. ഈ മണവാട്ടി തന്നെയാണോ അതോ മണത്തിട്ട് ആട്ടി വിട്ടതോ? അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അതായത് ഇനി നമ്മൾ ഇവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സദ്യയൊക്കെ കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ അത്രയേ ഉള്ളൂ. ഇവരെ പരിപാടി കഴിഞ്ഞ് ഇവരെ പരിപാടി പറഞ്ഞപ്പോൾ കണ്ടില്ലേ ഇത്രയേ തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സദ്യ അങ്ങനെ അത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കില്ലേ ഒരു തൊഴിൽ